ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ആധാർ കാർഡിനെ കൊണ്ട് UIDAന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് അഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങളെ ഇമെയിൽ ID ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമെയിൽ IDയും കൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പേരും കൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളെ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ ഒരുപാട് ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ ആധാർ കാർഡിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് കെയറിന്റെ ഓഫീസിൽ പോകേണ്ടി വരുമായിരുന്നു. സോ ഇനി മുതൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോൺ നമ്പർ ആയാലും അഡ്രസ് ആയാലും ഇമെയിൽ ID ആയാലും നിങ്ങളെ പേരായാലും എന്തുണ്ടോ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റും. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് ഓഫീസിന്റെ ലൈനിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാനും പറ്റും. അത് നിങ്ങളെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളെ മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഈ ആപ്ലിക്കേഷനിലൂടെ കാണാൻ പറ്റും. ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ആധാറിന് സെർച്ച് ചെയ്യുക. ആധാറിന് സെർച്ച് ചെയ്തിട്ട് ഈ ഫസ്റ്റിൽ കാണുന്ന ആധാറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആധാർ ബീറ്റാനെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ കുറേ പെർമിഷനുകൾ നിങ്ങൾ ചോദിക്കും. അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഇത് ഗവൺമെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ട്രസ്റ്റബിൾ ആണ്. ഓക്കെ. അതിനുശേഷം താഴെ കാണുന്ന ഡിസ്കവർ കീ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. എല്ലാം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഐ ആം റെഡി വിത്ത് മൈ ആധാർ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ആധാർ കാർഡിന്റെ 12 ഡിജിറ്റ് നമ്പേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഫ്രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന ഐ അഗ്രി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് പ്രൊസീഡ് ടാപ്പിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് സിം സെലക്ഷൻ്റെ പേജ് ഓപ്പൺ ആകും. ഇപ്പോൾ 2 സിം കിടക്കുകയാണെങ്കിൽ 2 സിം ഷോ ആകും നിങ്ങളുടെ ഫോണിൽ. എൻ്റെ ഫോണിൽ ഒരു സിമ്മേ ഉള്ളൂ. സോ ഞാൻ സെൻഡ് എന്ന് കൊടുക്കാം. ഇപ്പം പ്രോസസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്പർ നമ്മളെ ആധാർ കാർഡിൽ ലിങ്ക്ഡ് ആയിരിക്കണമെന്ന് ആവശ്യമില്ല. അഥവാ ഈ നമ്പർ നിങ്ങളെ ആധാർ കാർഡിൽ ലിങ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്ന എൻ്റെ പഴയ നമ്പർ എന്നിട്ട് മൊത്തത്തിൽ ക്ലോസ് ആയി. സോ ഞാനിപ്പോൾ പുതിയ നമ്പറിലൂടെയാണ് ട്രൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കണ്ടിന്യൂ ടു ഫേസ് ഓതൻറ്റിക്കേഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി എല്ലാവർക്കും ഇതേപോലെ ഒരു പോപ്പപ്പ് ഷോ ആകും. എന്താന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ നമ്പർ എൻ്റെ ആധാർ കാർഡിലൂടെ ലിങ്ക്ഡ് ഇല്ലെന്ന് ഇത് പറയുന്നു. അത് എനിക്കും അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രജിസ്ട്രേഷൻ മൊബൈൽ നമ്പർ ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ വിത്ത് ദിസ് നമ്പർ എന്ന് കൊടുക്കുക. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ് ഓതൻറ്റിക്കേഷൻ്റെ ഓപ്ഷൻ ചോദിക്കും. ഇതൊരു പുതിയ ഫീച്ചറാണ്. UIDAന്റെ സൈഡിൽ നിന്ന് വന്നതാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഫേസിനെ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റലിലൂടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണോ അത് എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇനിറ്റേറ്റ് ഫേസ് ഓതൻറ്റിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഫേസ് ഇവിടെ കാണിക്കേണ്ടി വരും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളെ ഫേസിൽ എന്തെങ്കിലും ലൈറ്റ്സോ സൺലൈറ്റോ അതോ നിങ്ങൾ സൺഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. അതേ സമയത്തിൽ നിങ്ങളെ ഫേസ് സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീൻ സർക്കിൾ ബ്ലിങ്ക് ആകുമ്പോൾ നിങ്ങൾക്ക് 3 പ്രാവശ്യം കണ്ണ് അടച്ച് തുറക്കണം. അപ്പോൾ നിങ്ങളെ സ്കാൻ കറക്റ്റായിട്ടാകും. ഇപ്പം നമ്മളെ ഫേസ് ഓതൻറ്റിക്കേഷൻ വന്നത് സക്സസ് ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് 3 അറ്റംപ്റ്റ് മാത്രം കിട്ടും. 3 പ്രാവശ്യം നിങ്ങൾക്ക് ശരിയായില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ നമ്മൾ കാണുമ്പോൾ എൻ്റെ ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പിൻ സെറ്റ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പിൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ സെറ്റ് ചെയ്ത പിൻ ഇവിടെ ചോദിക്കും. ഈ പിന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. ഓക്കെ. ഇപ്പം നമ്മളിവിടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ അകത്ത് ഗവൺമെൻറ് ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഡാഷ്ബോർഡിൽ QR കോഡ് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ എല്ലായിടത്തും നിങ്ങളെ ആധാർ കാർഡിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിജിറ്റൽ വഴി തന്നെ നിങ്ങളെ QR കോഡ് വന്നിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. UPI സൈഡിൽ നിന്ന് ഓതൻറ്റിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഫീച്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ ലുക്കിലുള്ള ആധാർ കാർഡ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ ആധാറിനെ നിങ്ങൾ കാണുമ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ കാണാൻ പറ്റും. അഥവാ നിങ്ങളെ IDനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഷെയർ IDയിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ ഡിജിറ്റലിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതേപോലെ ഞാൻ QR കോഡിൻ്റെ സ്കാനിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UPI വഴി സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മാസ് ആധാറിൻ്റെ ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അഥവാ ആരെയും മേളിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആധാർ നമ്പറിനെ മാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെലക്റ്റീവ് ഷെയറിൻ്റെ ഓപ്ഷനും കൂടെ ഇവിടെ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണ്ടോ അതിനെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യാനും പറ്റും.
സോ ഇതേപോലെ ഓരോ ആവശ്യമുള്ള കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഫ്യൂച്ചർ കുറച്ച് ദിവസം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഏതാണ് ഇപ്പോഴത്തെ പുതിയ ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ, ഇപ്പം പുതിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിനെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഒരു സർവീസിന്റെ ഒരു ഓപ്ഷൻ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതേപോലെ ഒരുപാട് യൂണിക് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫീച്ചേഴ്സ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റിൽ കാണുമ്പോൾ നമ്മളെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളെ ഫേസ് ഐ ഡി വെച്ചിട്ട്. അതേപോലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളെ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പേര് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ ഒരു യൂണിക് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഓപ്ഷനും കൂടെ ആഡ് ആവാനുണ്ട്. അത് ആഡ് ആയിട്ടില്ല. ഇനി നെക്സ്റ്റ് വരുന്ന അപ്ഡേറ്റ്സിൽ അത് ആഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് നടക്കുകയാണ്. ഈ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ നിങ്ങൾ ആധാർ കെയർ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഫ്യൂച്ചർ എങ്ങനെ യൂസ് ചെയ്യണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. മൊബൈൽ നമ്പർ അപ്ഡേറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീസ് ചോദിക്കും. 75 റുപ്പീസ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം പ്രോസസ്സിംഗ് ടൈം വന്നിട്ട് നിങ്ങൾക്ക് 30 ഡേയ്സ് ആണ്. മീൻസ് 3 or 4 ഡേയ്സിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊള്ളും. ഓക്കെ, ഇവിടെ താഴെ സ്റ്റെപ്സിൽ കാണുമ്പോൾ നിങ്ങൾ പുതിയ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുമ്പോൾ ഫേസ് ഓതന്റിക്കേഷൻ ചോദിക്കും. നിങ്ങൾക്ക് ഫീസ് പേയ്മെന്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം നോക്കിയിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ആധാർ കാർഡിൽ ഏത് നമ്പറാണ് ലിങ്ക് ആണോ ഇവിടെ അത് കാണിക്കും. അതിനുശേഷം പുതിയ നമ്പർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഏത് ഫോൺ നമ്പർ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പഴയ ഫോൺ നമ്പർ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ട് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ പുതിയ നമ്പറിൽ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വെരിഫൈൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മളെ മൊബൈൽ നമ്പർ OTPൻ്റെ സൈഡിൽ നിന്ന് വെരിഫൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫേസ് ഓതന്റിക്കേഷൻ വഴി വെരിഫൈ ചെയ്യണം. ഇത് നിങ്ങളാണോ യൂസ് ചെയ്യുന്നത് അതോ വേറെ ഏതെങ്കിലും സ്കാമർ ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ നമുക്കിവിടെ ഫേസ് ഓതന്റിക്കേഷനിലൂടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നെ കാണിച്ചിരിക്കുന്നു നിങ്ങൾ സൺലൈറ്റ് എന്തെങ്കിലും മുഖത്തിൽ അടിക്കുന്നുണ്ടോ, നിങ്ങൾ സൺഗ്ലാസ് എന്തെങ്കിലും വെയർ ചെയ്തിട്ടുണ്ടോ, എല്ലാം റിമൂവ് ചെയ്തിട്ട് ചെയ്യണമെന്ന് കാണിച്ചിരിക്കുന്നു. ചെക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മളെ ഫേസ് ഓതന്റിക്കേഷൻ സ്റ്റാർട്ട് ആകും. വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങളെ കണ്ണ് വന്നിട്ട് ഒരിക്കൽ അടച്ചിട്ട് തുറക്കുക. എന്നിട്ട് ഇവിടെ നമ്മളെ ഓതന്റിക്കേഷൻ വന്നിട്ട് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫീസ് കൊടുക്കേണ്ടി വരും. ഇവിടെ 75 റുപ്പീസ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. സോ അതിനുവേണ്ടി നിങ്ങൾ താഴെ കൺഫേം ആൻഡ് പേയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് ഡീറ്റെയിൽ ഓപ്പൺ ആകും. നിങ്ങൾക്ക് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടതെന്ന മെത്തേഡ് ഇവിടെ ഓപ്പൺ ആകും. UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ UPI സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓതന്റിക്കേഷൻ പിൻ ചോദിക്കും, അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫീസ് വന്നിട്ട് സക്സസ്ഫുള്ളി പേയ്മെന്റ് ആയിക്കൊള്ളും. ഇവിടെ നമ്മളെ ഫോൺ നമ്പർ റിക്വസ്റ്റ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന ഡൗൺലോഡ് അക്നോളജിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് ജനറേറ്റ് ആയി കിട്ടും. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്ലിപ്പിൽ നിങ്ങൾക്ക് ഏതാണ് അപ്ഡേറ്റ് ചെയ്ത റിക്വസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് SRN നമ്പറും കാണാൻ പറ്റും. ഈ റിക്വസ്റ്റ് നമ്മളെ ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. സോ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി ഒരു ഫോമും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ അപ്ഡേറ്റ് വന്നിട്ട് മാക്സിമം 30 ഡേയ്സിലാവുന്നതാണ്. മോസ്റ്റ്ലി 2 to 3 ഡേയ്സിൻ്റെ അകത്തിൽ തന്നെ അപ്ഡേറ്റ് ആകുന്നതാണ്. നിങ്ങൾ അങ്ങനെ ഒരാഴ്ചയിൽ ആയില്ലെങ്കിലും കുറച്ച് ഡിലേ ആകും. മാക്സിമം 30 ഡേയ്സിൻ്റെ അകത്തിൽ ഇത് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളും. മാക്സിമം 30 ഡേയ്സിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊള്ളും. ഓക്കെ, സോ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.